ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കൂടുതൽ കഥകൾ പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി പുതിയ ആരോപണമായി രംഗത്തെത്തുന്നു. 24 തന്നെയായിരുന്നു ഈ ഒരു ആരോപണം. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ തന്നെ സാംസ്കാരിക മന്ത്രിയുടെ സ്വന്തം ആൾക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ ആരോപണം വരുന്നത്. മുമ്പും സമാനമായ രീതിയിൽ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പല വിവാദങ്ങൾ IFFK ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം സർക്കാർ ഒരു പിന്തുണ നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ശ്രീ രഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1978 SFI ആണെന്ന്, പഴയ SFI ആണെന്നൊക്കെ എപ്പോഴും പറയുന്ന ആളാണ്. അതിജീവിതയെ വേദിയിലേക്ക് കൊണ്ടുവന്ന് കയ്യടി നേടിയ ആളാണ് ശ്രീ രഞ്ജിത്ത്. ആ രഞ്ജിത്തിനെതിരായിട്ട് ഇപ്പോൾ ഒരു ആക്ഷേപം വരുമ്പോൾ അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് 21 പാരഗ്രാഫുകൾ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ 129 പാരഗ്രാഫ് ഒഴിവാക്കി സംസ്ഥാന സർക്കാർ വിധേയത്വം കാണിച്ചു. അപ്പോൾ ആ പവർ ഗ്രൂപ്പിനകത്ത് CPMന് വേണ്ടപ്പെട്ടവർ ഉണ്ട് എന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം, അതും ആ സിനിമയുടെ ഒരു പശ്ചാത്തലം താങ്കൾ ആലോചിക്കണം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കഥയാണ് പാലേരി മാണിക്യത്തിൽ. ആ പാലേരി മാണിക്യത്തിൻ്റെ സംവിധായകൻ തന്നെ അതിനകത്തെ കഥാപാത്രമായ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയായി പരകായ പ്രവേശം ചെയ്തൊരു നടിയോട് അതിക്രമം കാട്ടി എന്നാണ് അവർ പരാതി ഉന്നയിക്കുന്നത്. ആ വിഷയത്തിനകത്ത് സംസ്ഥാന പോലീസ് ഒരു FIR ഇട്ടിട്ട് അന്വേഷണം നടത്തണ്ടേ? ഇനി ആ വിഷയത്തിനകത്ത് എന്താണ് ശരി തെറ്റ് എന്ന് ബോധ്യപ്പെടണ്ടേ? ഇപ്പോൾ ഒരു പരാതി കിട്ടിയല്ലോ, മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞത് പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നാണല്ലോ. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ CPM സഹയാത്രികൻ കോഴിക്കോട് നോർത്തിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി, അയാൾക്കെതിരായിട്ട് ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം ഉണ്ടാകണം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ശ്രീ രഞ്ജിത്ത് രാജിവെക്കുകയും വേണം. അപ്പം തന്നെ ഈ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല നിലപാടാണ്. ധനമന്ത്രി പറയുന്നു കേസെടുക്കണമെന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു പരാതിയില്ലാതെ കേസെടുക്കാനാകില്ല, രാജീവും കേസെടുക്കണം എന്നുള്ളൊരു നിലപാടാണ് കഴിഞ്ഞ ദിവസം ഇതാക്കിയത്. അപ്പോൾ ഈ മന്ത്രിസഭയിൽ തന്നെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഭിന്നാഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ മന്ത്രിസഭയിലുള്ള ചില ആളുകൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പരോക്ഷമായി അവരുടെ പേരുള്ളത് കൊണ്ടാണോ ഇത്തരത്തിലൊരു ഇത്? അല്ല, ഇതിനകത്ത് കേരളത്തിലാകമാനം 2 ബ്ലോക്കുകളാണുള്ളത്. ഒന്ന് പവർ ബ്ലോക്കും, പിന്നൊന്ന് ജനങ്ങളുടെ ബ്ലോക്കും. നമ്മളെല്ലാം നിലപാടെടുക്കുന്ന ജനങ്ങളുടെ ബ്ലോക്കിനോടൊപ്പം നിന്നാണ്. ശ്രീ KN ബാലഗോപാലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിനകത്ത് നാളെ തിരുത്തൽ വരും എങ്കിൽ പോലും ഈ വിഷയത്തിനകത്ത് നിലപാട് ആ ജനങ്ങളുടെ ബ്ലോക്കിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളതാണ്. പവർ ബ്ലോക്കിൻ്റെ വക്താവായി ശ്രീ പിണറായി വിജയൻ തൊട്ടുള്ള ഒരുപാട് ചലച്ചിത്ര മേഖലയിലെ നടന്മാരും വക്താക്കന്മാരും എല്ലാം കടന്നു വരികയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തെ നിയമത്തിൻ്റെ തലനാഴിഴ പരിശോധിച്ച്, അത് കീറി പരിശോധിച്ച്, ഓരോ നൂലിഴയും കൃത്യമായി വിശകലനം ചെയ്ത് ഇവർ നടപ്പാക്കുന്നത് എന്ത് തരം നീതിയാണ്? ഇപ്പോൾ ഇരകളെ, അതിജീവിതകളെ സംരക്ഷിക്കുവാൻ വേണ്ടുന്നൊരു നീതിയാണ് ഇവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇവർ നിയമം പറയും നമുക്ക് മനസ്സിലാക്കാം. നിയമത്തിൻ്റെ ഓരോ മുക്കും മൂലയും കണികയും പറയും നമുക്ക് മനസ്സിലാക്കാം. ഇവർ നിയമത്തിനെ ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുന്നത് ഈ വേട്ടക്കാർക്ക് വേണ്ടിയിട്ടാണ്, പവർ ബ്ലോക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻറ്റ് പവർ ബ്ലോക്കിനോടൊപ്പമാണ്. കാരണം ഇപ്പോൾ ഇതിനകത്ത് തന്നെ പരാമർശം വന്നിട്ടുള്ള ആളുകളെല്ലാം CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ പവർ ബ്ലോക്കിൻ്റെ നിയന്ത്രണത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രി പോലെ പിണറായി വിജയൻ്റെ സർക്കാരും ആ പവർ ബ്ലോക്ക് നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ ഈ കോൺക്ലേവിനെ എതിർക്കും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിനും സമാനമായ നിലപാടാണോ? കോൺക്ലേവിനോട് അനുകൂലിക്കുന്നുണ്ടോ, അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഒരു കൊഗ്നൈസബിൾ ക്രിമിനൽ ഒഫൻസുകൾ ഉണ്ടാകുമ്പോൾ കോൺക്ലേവ് നടത്തിയുള്ള പരിഹാരം താങ്കൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? റേപ്പിനകത്ത്, അതുപോലെ തന്നെ ദേശവിരുദ്ധ നിയമം നിലനിൽക്കുവാൻ കഴിയുന്ന ലഹരി പദാർത്ഥങ്ങളുടെ കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും, ഇതുപോലുള്ള കേസിനകത്ത്, കൊഗ്നൈസബിളായിട്ടുള്ള കേസുകൾക്കകത്ത് എങ്ങനെയാണ് കോൺക്ലേവ് നടത്തി പരിഹാരം ഉണ്ടാക്കുന്നത്? ഇപ്പം നിർഭയയുടെ കേസൊക്കെ കണക്കിന് പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ആ നിർഭയെ ക്രൂരമായി പീഡിപ്പിച്ച് ബലാത്കാരം ചെയ്ത് കൊന്ന ആ 5-6 ആളുകളെ വിളിച്ചിരുത്തി ഇവർ കോൺക്ലേവ് നടത്തിയിട്ടായിരിക്കുമല്ലോ പരിഹാരം ഉണ്ടാക്കുക. ക്രിമിനൽ ഒഫൻസിന് ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങളാണ് വേണ്ടത്. ആ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് വേണ്ടത്. അല്ലാതെ കോൺക്ലേവ് നടത്തി പരിഹരിക്കാനായിട്ട് ഇത് പാർട്ടി വേദിയിലെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പോൾ അതുകൊണ്ട് ക്രിമിനൽസിനെ സംരക്ഷിക്കാൻ, ഇപ്പോൾ ഇതിനകത്ത് പവർ ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ കോൺക്ലേവിൻ്റെ മുഖ്യ സംഘാടകരായി നിൽക്കുന്നത്. ഇതിനകത്തെ കൾപ്രിറ്റ്സ്, ആ കൾപ്രിറ്റ്സ് നടത്തുന്ന കോൺക്ലേവിനകത്ത് വന്നിരുന്ന് ഈ അതിജീവിതമാരും വരണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. അത് അത്തരത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കോൺക്ലേവിനെ ജനങ്ങൾക്ക് വേണ്ടി തടയാനുള്ള ബാധ്യത യൂത്ത് കോൺഗ്രസിനുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പീപ്പിൾസ് ബ്ലോക്കാണ്. പവർ ബ്ലോക്ക് വേഴ്സസ് പീപ്പിൾസ് ബ്ലോക്ക് കോൺഫ്ലിക്റ്റിനകത്ത് നമ്മൾ പീപ്പിൾസ് ബ്ലോക്കിലാണ്. ആ ബ്ലോക്കിനോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകൾ തടയാനുണ്ടാകും. തന്നെ ഈ മന്ത്രി സജി ചെറിയാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായക റോളുണ്ട്. ഈ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഏറെക്കാലം ഈ ഫയൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായത്. ഒരു സാംസ്കാരിക മന്ത്രി, സിനിമാ വകുപ്പ് ചുമതലയുള്ള മന്ത്രി ഏതെങ്കിലും തലത്തിൽ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആ രീതിയിൽ മന്ത്രിക്ക് ഏതെങ്കിലും നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
ശ്രീ സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖല ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല, വ്യക്തിപരമായി പോകും. ഞാൻ ചോദിച്ചോട്ടെ, ശ്രീ സജി ചെറിയാൻ 4 വർഷം മുമ്പ് സജി ചെറിയാൻ്റെ കയ്യിൽ 3 വർഷം മുമ്പ് സജി ചെറിയാൻ്റെ റിപ്പോർട്ട് കിട്ടി, 5 വർഷമായാലും റിപ്പോർട്ട് വന്നിട്ട് 3 വർഷം മുമ്പ് സജി ചെറിയാൻ്റെ വകുപ്പിനും സജി ചെറിയാനും കിട്ടിയ റിപ്പോർട്ട് ഈ ദിവസം വരെ അദ്ദേഹത്തിന് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് ഏതാണ്ട് 72 മണിക്കൂറേ ആയിട്ടുള്ളൂ. ആ 72 മണിക്കൂറിനിടയിൽ ഞാനും താങ്കളൊക്കെ വായിച്ചില്ലേ? ആ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് പോലും സജി ചെറിയാന് വായിക്കാൻ കഴിയാത്ത റിപ്പോർട്ടെന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് എഴുതിയിട്ട് അത് വായിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, അതിനകത്തെ പേരുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ്. ആ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവരെല്ലാം സഖാക്കന്മാരായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് കാണിക്കുന്ന നിസ്സംഗത, ഒഴിവുകഴിവ്, ഒളിച്ചുവയ്ക്കൽ ഇതെല്ലാം കൃത്യമായി കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ കുറ്റവാളികൾ സഖാക്കന്മാരാണ് എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും രഞ്ജിത്തിന്റെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നടത്തുകയാണെങ്കിൽ അതിനെ തടയുമെന്നും പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിരുന്നു. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ആവർത്തിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രതികരണങ്ങളും വാഗ്വാദങ്ങളും തുടരും എന്നത് ഉറപ്പാണ്. ക്യാമറാമാൻ അനന്തു ബി നായർക്കൊപ്പം AV ജയശങ്കർ, 24 കൊട്ടാരക്കര.